ഇപ്പോൾ ജോസിൽ ചേരുകയാണ്. ജോസിൽ, കൊല്ലം നഗരത്തിലേക്ക് ഇനിയും മണിക്കൂറുകളെടുക്കും VS-ന്റെ വിലാപയാത്രയെത്താൻ. പക്ഷേ അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ ഈറ്റില്ലമാണ് കൊല്ലം ജില്ല. അവിടെ VS-നോട് വൈകാരികമായ ബന്ധം പുലർത്തുന്ന ഒരു വലിയ കൂട്ടം മനുഷ്യരുണ്ട്. ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ VS കൊല്ലത്തേക്ക് എത്തിയിരുന്നു. ജോസിൽ, തീർച്ചയായിട്ടും ഷമി, ഇപ്പോൾ ഈ കൊല്ലത്തേക്ക് ഇവിടെ ഞാൻ നിൽക്കുന്നത് കൊല്ലം ചിന്നക്കടയിലാണ്. ഈ ചിന്നക്കടയിൽ എത്തണമെങ്കിൽ തന്നെ 11 പോയിന്റുകൾ പിന്നിടേണ്ടതുണ്ട്. ആ 11 പോയിന്റുകളിലും നമുക്കറിയാം 2 മണി മുതൽ ആരംഭിച്ച ഈ വിലാപയാത്ര ഇതുവരെയും തിരുവനന്തപുരം ജില്ല പോലും പിന്നിട്ടിട്ടില്ല. അതിനുശേഷം കൊല്ലം ജില്ലയിലേക്ക് കടന്നാൽ തന്നെ പാരിപ്പള്ളിയിലും അതുപോലെ ചാത്തന്നൂരും കൊട്ടിയത്തും ഒക്കെ കടന്നു വേണം ഞാൻ നിൽക്കുന്ന ഈ കൊല്ലം ചിന്നക്കടയിൽ എത്തിച്ചേരുവാനുള്ളത്. ഇവിടെ നിരവധി ആളുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 മണി മുതലൊക്കെ ഇവിടെ VS-നെ ഒരു നോക്കു കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിക്കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെയുള്ളത്. അതിൽ പ്രമുഖരായ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. നമുക്ക് ഒപ്പം ഇപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി കുരീപ്പുഴ ശ്രീകുമാർ ചേരുകയാണ്. എങ്ങനെയാണ് VS-നെ ഓർത്തെടുക്കുന്നത്? VS മലയാള കവികൾക്കും കവിത VS-നും ഒരുപോലെ ഭേദിക്കാനാകാത്ത ബന്ധം ഉള്ള ഒരു ഫാക്ടറാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, അദ്ദേഹത്തിന് ഒരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അന്ന് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ വളരെ വിഖ്യാതമായ ഒരു കവിതയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അത് ഇങ്ങനെയാണ്: തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ഇത് TS തിരുമുമ്പിൻ്റെ കവിതയാണ്. ആ കവിതയാണ് അദ്ദേഹത്തിൻ്റെ രക്ഷയായതെങ്കിൽ മലയാളത്തിലെ ഒരുപാട് എഴുത്തുകാരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ വലിയ പ്രവർത്തനമാണ്. അതായത് UDF-ൻ്റെ ഭരണകാലത്ത് കേരളത്തിൻ്റെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സമ്പൂർണ്ണമായിട്ട് നശിച്ചുപോയി. അവരുടെ അവഗണന കൊണ്ട് നശിച്ചുപോയി. VS ഗവൺമെൻറ് ഉണ്ടായ സമയത്ത് അവർക്ക് ധാരാളം സാമ്പത്തിക സഹായം കൊടുക്കുകയും അതിനെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. കൊല്ലത്തെ പ്രധാനപ്പെട്ട ഷോറൂം ഇല്ലാതായിപ്പോയി, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഷോറൂം ഇല്ലാതായിപ്പോയി. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് നഷ്ടങ്ങൾ NBS-ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് ഉണ്ടായ സന്ദർഭത്തിലാണ് VS ഗവൺമെൻറ് ഈ ധനസഹായത്തിലൂടെ അതിനെ ഉയർത്തിക്കൊണ്ട് വന്നത്. അതുമാത്രമല്ല, പാവങ്ങളുടെ കൂടെ നിൽക്കാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം സാക്ഷരതാ മിഷൻ്റെ പഴയ ഡയറക്ടറാണ് സുജ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. സൂര്യനെല്ലി പെൺകുട്ടിയുടെ ആ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ഭയം അനുഭവിച്ച ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അദ്ദേഹം കൊടുക്കുകയാണ്. ആ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും വാങ്ങിച്ചു കൊടുത്ത പൈസയില്ല, അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയ പൈസയാണ് അദ്ദേഹം കൊടുത്തത്. എനിക്ക് അതുപോലെ ഒരു അനുഭവമുണ്ട്. ഈ കണിയാപുരം രാമേന്ദ്രൻ്റെ പേരിൽ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തു ഒരിക്കൽ. അന്ന് VM സുധീരനുണ്ടായിരുന്നു, പന്നിയൻ രവീന്ദ്രനുണ്ടായിരുന്നു, അങ്ങനെ പ്രമുഖ വ്യക്തികൾ പലരും ഉണ്ടായിരുന്നു. ഞാനും കൂട്ടത്തിലുണ്ടായിരുന്നു. 50,000 രൂപയെ മറ്റുമാണ് അവാർഡ് തുക. അന്ന് അവിടെ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിനി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചതിനുള്ള സമ്മാനം ഏറ്റുവന്നു. VS ആ സ്ഥലത്ത് വെച്ച് വേറെ ഒന്നും ആലോചിക്കാതെ ആ പാവപ്പെട്ട കുട്ടിക്ക് ഈ അവാർഡ് തുക സംഭാവന ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പാവങ്ങളോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്ന പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. ജീവിതത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ, ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധിച്ചു. ഇന്നലെ രാവിലെ ഒരു ചാനൽ ഞാൻ കണ്ടത്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോടീശ്വരനായ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മരണം എന്നാണ്. എനിക്ക് പറയാനുള്ളത്, ആ മനുഷ്യൻ കേരളത്തിലെ വിവരദോഷികളുടെ അവസാനത്തെ കണ്ണിയായിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം വേദനയുണ്ടാക്കിയ ഒരു പ്രതികരണമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന വലിയ പ്രത്യയശാസ്ത്രത്തിനോ നശിക്കാൻ സാധ്യമല്ല. ജനങ്ങൾ, സാധാരണ മനുഷ്യന് സ്നേഹം ആഗ്രഹിക്കുന്നിടത്തോളം കാലം, വേറൊരാളുടെ പരിഗണന ആഗ്രഹിക്കുന്നിടത്തോളം കാലം അതിന് മരിക്കാനേ സാധ്യമല്ല. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ, ഏഷ്യാനെറ്റിന്റെ ഉടമയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങ് ഓർത്തെടുത്തു. പല ചാനലുകളും അത്തരത്തിൽ ഈ VS-ന്റെ മരണത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി, ഇപ്പോഴുള്ള പിണറായി അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് നടത്തിക്കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി നേരത്തെ തന്നെ സ്റ്റോറികൾ തയ്യാറാക്കി വെക്കുക, അങ്ങനെയുള്ള ഒരിക്കലും മാധ്യമപ്രവർത്തന രംഗത്ത് ചേരാത്ത രീതിയിലുള്ള പ്രവണത VS-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു മാധ്യമപ്രവർത്തനത്തെ, ഒരു മരണത്തെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ, ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്?
ആ മാധ്യമങ്ങളെ നിർബന്ധമായിട്ട് ജനങ്ങൾ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കാര്യം അത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ മരിച്ചു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ജീവിതകാലം, ഒരു നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം, ഒരു ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതം അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. ആ പ്രവണത കൊണ്ടുവന്ന എല്ലാ മാധ്യമങ്ങളെയും ജനങ്ങൾ തിരസ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ VSന്റെ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണം, അദ്ദേഹത്തിൻ്റെ മരം മുറിച്ച് കടത്തുന്ന ആളുകളെയെല്ലാം അത്തരത്തിൽ കയ്യാമ വെക്കുന്നതിന് വേണ്ടി, അതുപോലെ തടയുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം അദ്ദേഹം നടത്തി. അത്തരം പോരാട്ടങ്ങളെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ഒരു രക്ഷകർത്താവ് ഉണ്ടെന്ന് മനസ്സിലായി. അതായത് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ പോലീസുകാരോടോ മറ്റാരോടെങ്കിലും പറയുവാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഒരു കാർഡ് എഴുതി പ്രതിപക്ഷ നേതാവിന് അയച്ചാൽ മതി. ആ കാർഡ് കിട്ടിയ ഉടൻ തന്നെ VSന്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇടപെട്ടിരിക്കും. അത്രമാത്രം ശ്രദ്ധ അക്കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും ഉണ്ട്. കുട്ടികളുടെ കാര്യത്തിലും അതുപോലെ അദ്ദേഹം വലിയ ശ്രദ്ധ കാണിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ VSന്റെ പ്രസംഗങ്ങളിൽ ഒരുപാട് കവിതകൾ കടന്നു വരുമായിരുന്നു. VSന്റെ ഒരു പോരാട്ട ചരിത്രം തന്നെയാണ് വയലാർ രാമവർമ്മയുടെ സംസ്കാരത്തിന് നാളങ്ങൾ എന്ന് പറയുന്ന കവിത. അത്തരത്തിൽ ഈ പോരാട്ട ചരിത്രത്തെ, ഈ VSന്റെ ഉൾപ്പെടെയുള്ള ഈ പോരാട്ട ചരിത്രത്തിൽ കവിതകൾക്കിടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊല്ലം ജില്ലയെന്ന് പറയുന്നത് ധാരാളം കലാകാരന്മാരുള്ള ജില്ലയാണ്. സാംബശിവനെ പോലുള്ള ആളുകൾ, അത്തരം ഈ കൊല്ലം ജില്ല അത്തരത്തിൽ ആ പോരാട്ടങ്ങളെയെല്ലാം കലാകാരന്മാരെല്ലാം എത്രമാത്രം VSന്റെ പോരാട്ടങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് തങ്ങളുടെ കലാപ്രവർത്തനങ്ങളിൽ. അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾ കൊല്ലത്തുനിന്നും ധാരാളം കവികളെ സൃഷ്ടിക്കാൻ കാരണമായിട്ടുണ്ട്. ON കുറുപ്പ്, തിരുനെല്ലൂർ കരുണാകരൻ, പുനലൂർ ബാലൻ, കുരിപ്പുഴ നടരാജൻ, അങ്ങനെ നിരവധി ആൾക്കാരെ. അതുപോലെ തന്നെ സാംബശിവൻ, അതുപോലെ പരവൂർ G ദേവരാജൻ, സംഗീതക്കാരനായ ദേവരാജൻ, ഇവരെല്ലാവരും കൊല്ലത്ത് നമ്പടിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിന് VS അടക്കമുള്ള ആളുകളുടെ രാഷ്ട്രീയമായ പിന്തുണ, AKG അടക്കമുള്ള ആളുകളുടെ, AKG പലതവണ കൊല്ലത്ത് വരികയും ഇത്തരം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പെരുമ്പഴ ഗോപാലകൃഷ്ണനും ലില്ലിയോ ടീച്ചറും അടക്കമുള്ളവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. VSും അങ്ങനെ തന്നെയായിരുന്നു. VSന് വലിയ ഊർജ്ജമായിട്ട് കൊല്ലത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് കവി കുരിപ്പുഴ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ VSനെ ഓർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ വളരെ നേരത്തെ തന്നെ VSനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ KSFEയുടെ ചെയർമാനായിട്ടുള്ള K വരദരാജൻ ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് VSനെയും VSന്റെ പോരാട്ടങ്ങളെയും ഓർത്തെടുക്കുന്നത്? VSനെ ആദ്യമായി ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഒരു കൃഷ്ണ ടാക്കീസിൽ കശുവണ്ടി തൊഴിലാളികളുടെ സമരവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തിക്കൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗമായിരുന്നു. അവിടെ അദ്ദേഹം തൊഴിലാളി പ്രവർത്തകരോട് പറഞ്ഞ ഒരു കാര്യം, കശുവണ്ടി തൊഴിലാളികളുടെ സമരം ആരംഭിക്കുകയാണ്, യാതൊരു തരത്തിലുള്ള സഹായവും കശുവണ്ടി മുതലാളിമാരിൽ നിന്നും സ്വീകരിക്കാതെ തൊഴിലാളികളിൽ നിന്നും തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്നും മാത്രം സഹായം തേടിക്കൊണ്ടായിരിക്കണം ഈ സമരം നടത്തേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ ആദ്യം എന്നെപ്പോലെയുള്ള ആളുകളെ ആവേശം കൊള്ളിച്ചത്. അതിനുശേഷം ഇന്നോളമുള്ള VSന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് VSുമായി 1980 മുതൽ ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ബന്ധം അദ്ദേഹവുമായി ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശ പോരാട്ടങ്ങളിൽ വലിയ കരുത്തായി ഞങ്ങളോടൊപ്പം VS ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കെപ്പോഴും ഓർക്കാനാവും. അതിനുശേഷം പൊതുപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴും മറ്റു ചുമതലകളേൽക്കുമ്പോഴും VSന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടുകയും വളരെ സ്നേഹമിശ്രണമായി ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ VS കാണുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് VSനെ ഓർക്കുമ്പോൾ എപ്പോഴും തോന്നുന്നത്. VS ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാവാത്ത തരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് VS അവരുടെ മനസ്സിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി എത്രയോ വർഷക്കാലമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഷമ്മി, അത്തരത്തിലാണ് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ VSനെ ഓർത്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ VSനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളായി തീർച്ചയായും